നമസ്കാരം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ഗംഗാവാലി പുഴയിൽ നിന്ന് ലോറിയുടേതെന്ന് കരുതുന്ന ലോഹഭാഗങ്ങളും കയറിന്റെ ഭാഗവും കണ്ടെത്തി. നേവി നടത്തിയ തിരച്ചിലിലാണ് കയർ കണ്ടെത്തിയത്. കയർ തന്റെ ലോറിയിലേതാണെന്ന് ഉടമ മനാഫും സ്ഥിരീകരിച്ചു. എന്നാൽ നേവി കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ തന്റെ ലോറിയുടേത് അല്ലെന്ന് മനാഫ് പറഞ്ഞു. അത് ഒലിച്ചുപോയ ടാങ്കറുടേതാകാമെന്ന് മനാഫ് പറയുന്നത്. തിരച്ചിലിൽ കണ്ടെത്തിയ ലോഹഭാഗങ്ങളുടെ ചിത്രങ്ങൾ നേവി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കാണാതായ അർജുനടക്കം 3 പേർക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിക്കും. 10ലേറെ തവണ ഈശ്വർ മൽപെ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. നേവി സംഘവും പുഴയിലിറങ്ങി പരിശോധന തുടരുകയാണ്. അടിത്തട്ടിലെ മണ്ണ് തിരച്ചിലിൽ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. തിരച്ചിലിൽ ഇതുവരെ ശുഭസൂചനകൾ ഒന്നുമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നാളെ തിരച്ചിൽ ഉണ്ടാവില്ല. തിരച്ചിൽ മറ്റന്നാൾ പുനരാരംഭിക്കും. പുഴയിലെ മണ്ണ് നീക്കാതെയുള്ള തിരച്ചിൽ പ്രായോഗികമല്ലെന്നും മണ്ണും മരങ്ങളും നീക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും മഞ്ചേശ്വരം MLA KM അഷ്റഫ് പറഞ്ഞു. ജൂലൈ 16 രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത്.